വീട്ടിലുള്ള ചെരുപ്പ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ നമ്മളെന്താ ചെയ്യൽ പൊട്ടിക്കഴിഞ്ഞാൽ വേഗം അങ്ങോട്ട് ഒഴിവാക്കൂലേ, പിന്നെ അത് നമ്മൾ ഉപയോഗിക്കില്ല, വലിച്ചെറിയും. പക്ഷേ ഈ രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പൊട്ടിപ്പോയ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ചെരുപ്പുകളൊക്കെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ ഫസ്റ്റ് ഒട്ടിച്ച് കാണിക്കുന്നത് എൻ്റെ മോൻ്റെ ചെരുപ്പാണ് കേട്ടോ. ചെരുപ്പ് നല്ല ചെരുപ്പാണ്, പക്ഷേ ഇതിൻ്റെ കണ്ടില്ലേ വാറ് നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്. എനിക്കിത് ഒഴിവാക്കാനും തോന്നുന്നില്ല. അപ്പം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ആദ്യം നമ്മൾ അതിന് വേണ്ടത് സൂപ്പർ ഗ്ലൂ ആണ് കേട്ടോ. സൂപ്പർ ഗ്ലൂ നല്ലപോലെ ഒന്ന് ആ ഒരു പൊട്ടിയ ഭാഗത്ത് തേച്ച് കൊടുത്തു. എന്നിട്ട് പിന്നെ ഞാനെന്ത് ചെയ്യണത്, സൂപ്പർ ഗ്ലൂ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ, എന്തായാലും ഇല്ലാതിരിക്കൂല. എങ്കിലും ചെറിയ വില ഉള്ളത് മേടിക്കാൻ. പിന്നെ വേണ്ടത് നമ്മളെ വീട്ടിൽ വെറുതെ കളയണം നമ്മളെ തെർമോക്കോളില്ലേ. ഇനി തെർമോക്കോളൊന്നും ആരും കളയാൻ നിൽക്കണ്ട കേട്ടോ, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. അപ്പം ഞാനും കളയണ്ട. അപ്പം ഞാൻ തെർമോക്കോളിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് നേരെ നമ്മളെ ചെരുപ്പിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ആ പൊട്ടിയ ഭാഗത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ അങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ആ ഒരു പൊട്ടിയ ഭാഗം ആ ഒരു ഇതിൻ്റെ വലുപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ കട്ട് ചെയ്തത് ചെറുതായിട്ടൊന്ന് വലുതായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളെ കയ്യിലുള്ള ആ സൂപ്പർ ഗ്ലൂ ആ ഒരു തെർമോക്കോളിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് മെൽറ്റാവണമെന്ന് വെച്ചാൽ ആ ഒരു പൊട്ടിയ ഭാഗത്ത് അത് ഉറച്ചു പോവുകയാണ്. രണ്ടും ആ പൊട്ടിയ ഭാഗം ജോയിൻ ചെയ്ത് വരികയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സൂപ്പർ ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പം എന്തായി, നമ്മുടെ ചെരുപ്പ് നല്ലപോലെ ഒട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒഴിവാക്കാൻ തന്ന ചെരുപ്പാണ് കേട്ടോ ഇപ്പം എൻ്റെ മോന് ഇട്ട് നടക്കൽ തുടങ്ങി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ചെരുപ്പായിരുന്നു. അപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ബുദ്ധി തോന്നിയത്. അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇത്തരം വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ എൻ്റെ വീഡിയോയിൽ വന്നിട്ട് കമൻറ്റും കൂടെ രേഖപ്പെടുത്തണം കേട്ടോ. ചെരുപ്പിൻ്റെ ബാക്ക്, അതായത് അടിവശത്ത് നമുക്ക് കാണാത്ത വശം ഉണ്ടല്ലോ, അവിടെ വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ മുകളിൽ ഒട്ടിച്ചപ്പോൾ തന്നെ നല്ലപോലെ ഒട്ടിയിട്ടുണ്ട്. ഒട്ടും വലിച്ചിട്ടൊന്നും പോരുന്നില്ല, നല്ല ഉറപ്പിൽ നിൽക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ മുറന്ന് ഒട്ടിച്ചാലോ. അതിപ്പോൾ ഞങ്ങൾ പുറത്തത്തെ അടിക്കാട്ടൊക്കെ വാരുന്ന മുറാണ് കേട്ടോ. ചെറിയ പീസുകളൊക്കെ അടർന്ന് പോയിട്ടുണ്ട്. ആ ഭാഗം ഒട്ടിക്കാൻ കഴിയൂല, എന്നാലും ഈ വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. അതിനും തന്നെ നമ്മുടെ ഈ തെർമോക്കോൾ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്യുക. ഈ തെർമോക്കോൾ കിട്ടിയാൽ എന്ത് ചെയ്യും, ആരും കളയൂല. ഈ ഒരു വീഡിയോ അതിന് പറ്റിയൊരു വീഡിയോ ആണ്. ഞാനും തന്നെ തെർമോക്കോൾ കൊണ്ട് കുറേ വിഷമിച്ച ഒരാളായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു ഉപയോഗം മനസ്സിലായപ്പോൾ ഇനി തെർമോക്കോൾ എവിടെയൊക്കെ കണ്ടാലും ഞാൻ കളയൂല. ഇതും നമ്മളെ ചെരുപ്പ് ഒട്ടിച്ച പോലെ തന്നെ ആ പൊട്ടിയ ഭാഗത്തു കൂടെ ആദ്യം നമ്മുടെ ഗ്ലൂ എടുത്ത് തേച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ആ പൊട്ടിയ ഭാഗത്തു കൂടെ നമ്മുടെ തെർമോക്കോളും കൂടെ വെച്ച് കൊടുക്കുക. ഇതേപോലെ അങ്ങോട്ട് വരിക്കട് വെച്ച് കൊടുക്കുക കേട്ടോ. വെക്കുമ്പോൾ തന്നെ ആ ഒരു പശേൻ്റെ പവർ കൊണ്ട് ഉരുകി പോവുന്നുണ്ട്. കണ്ടില്ലേ എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ആ തെർമോക്കോൾ ആ ഒരു പൊട്ടിയ ഭാഗത്ത് ഒട്ടിപ്പോവുന്നത്. കണ്ടില്ലേ, തെർമോക്കോൾ ജസ്റ്റ് ഒന്ന് ഒറ്റിച്ച് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു പൊട്ടിയ ഭാഗത്ത് അത് സ്റ്റിക്കായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എടുത്ത പീസ് കുറച്ച് വലുപ്പം കൂടിയതുകൊണ്ടാണ് ഇങ്ങനെ വെള്ള കളറായിട്ട് കാണുന്നത് കേട്ടോ. നമ്മൾ എടുക്കുന്നത് ഒരു ചെറിയ പീസ് കനം കുറച്ചിട്ട് ആണെങ്കിൽ അത് നമുക്കവിടെ അങ്ങനെ കാണും കൂടെ അല്ല കേട്ടോ. മുറത്തിൻ്റെ ഒരു ഭാഗത്തെ പീസ് അടർന്നു പോയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ പൊട്ടിയ ഭാഗം മാത്രം ഒട്ടിക്കുകയാണ്. കണ്ടില്ലേ, മുറം നല്ലപോലെ ഒട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊന്ന് കാണിക്കുന്നത്, ഞാനൊക്കെ കമ്മലൊക്കെ ഒട്ടിച്ച് വെച്ചൊരു സ്പേസ് ഉണ്ട് തെർമോക്കോളുമ്പിൽ, ഇങ്ങനെ കുറേ കുത്തി ഒട്ടിച്ചിരുന്നു. പക്ഷെ അത് ചുരണ്ടി കളഞ്ഞാൽ ആകെ പരന്നിട് ആകെ ഇതാവും, പിന്നെ നമുക്ക് അടിച്ചു വരിയാലൊന്നും കിട്ടൂല. അപ്പം ഞാനെന്ത് ചെയ്തു, നമ്മളെ തെർമോക്കോൾ അങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ മോൾക്കൂട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ തെർമോക്കോൾ അങ്ങോട്ട് മെൽറ്റായി ഉരുകിയോട് പോവുകയാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഞാനൊരു വലിയ ഇതിലായിരുന്നു ഇതിപ്പോൾ എങ്ങനെ ക്ലീൻ ചെയ്യും എന്നുള്ളതിൽ. സംഭവം ഏതായാലും ഉഷാറായിന്. ചെറുതായിട്ടൊരു കറ പോലെ ഉണ്ടാവും, അത് നമുക്ക് കത്തി കൊണ്ടൊന്നും ഇങ്ങനെ ആ ഒരു ഇതിനെ നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഞാൻ കാണിക്കുന്നത് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് പാത്രം ഒട്ടിക്കണതാട്ടോ. കാരണം അതിൻ്റെ ഒരു ഭാഗത്ത് നല്ല പോലെ പൊട്ടിയിട്ടുണ്ട്, വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി പോവുകയാണ്. നിങ്ങൾക്കിപ്പോൾ കണ്ടോ വീഡിയോയിൽ കണ്ടില്ലേ, ഇങ്ങനെ പൊട്ടിയൊരു പാത്രമാണ്, വെള്ളം കണ്ടോ, ഇതിനെങ്ങനെ ഒഴുകി പോവുകയാണ്. നമ്മൾ വെറുതെ അത് കളയും, ഒഴിവാക്കും. പക്ഷേ അതും ഒന്ന് ഒട്ടിച്ച് നോക്കാം. ഇനിയിപ്പോൾ ഇങ്ങനത്തെ പാത്രങ്ങളൊന്നും നമ്മൾ പൊട്ടിയാൽ കളയൂല കേട്ടോ. ഇത്രയും പൊട്ടുണ്ട്, നമുക്ക് എങ്ങനെ ഇതിൽ സാധനങ്ങൾ നിറച്ചാൽ പുറത്തേക്ക് പോവാത്ത വിധത്തിലാക്കി എടുക്കണം. അതിന് നമുക്ക് ഈ ഒരു ടിപ്പ് തന്നെയാണ്. നമ്മൾ ഗ്ലൂ തേക്കുക, തെർമോക്കോൾ അങ്ങോട്ട് ഒട്ടിക്കുക. ആ ഒട്ടിച്ച തെർമോക്കോളിൻ്റെ മുകളിൽ നമ്മൾ ഗ്ലൂ ഒന്നും കൂടെ ഒന്ന്
ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ അങ്ങോട്ട് ഒട്ടിക്കുക. നമ്മൾ തെർമോക്കോളിൻ്റെ പീസ് കേട്ടോ, ചെറിയൊരു പീസ് മതി. കണ്ടില്ലേ, ആ സൂപ്പർ ഗ്ലൂ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ തന്നെ അത് നല്ലപോലെ മെൽറ്റായി അവിടെ ഒട്ടിട്ട് പിടിക്കും കേട്ടോ. പിന്നെ ഒരു തുള്ളി വെള്ളം തിന്നിട്ട് മിസ്സാവൂല. ഇനി നമുക്കൊന്ന് നോക്കണ്ടേ വെള്ളം പോവുമോ എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ കണ്ടു വെള്ളം തുള്ളി പോലും നിൽക്കണില്ല, പോവുകയാണ്. പക്ഷേ ഇനി നമ്മളിത് ഒട്ടിച്ച ശേഷം വെള്ളം എന്ത് ആവുന്നു നോക്കാം. പോവൂലെന്ന് ഇങ്ങക്ക് തന്നെ കാണാലോ. കണ്ടില്ലേ, ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കണ്ടില്ലേ, ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് പോകണില്ല. കണ്ടോ, ഒരു തുള്ളി വെള്ളം പോലും ആ ഒരു പൊട്ടിയ ഭാഗത്ത് കൂടെ പോകണില്ല കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം പൊളിയാണ്. കുറേ പ്ലാസ്റ്റിക് സാധനങ്ങൾ നമുക്ക് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് തെർമോക്കോളൊക്കെ ഒന്ന് കിട്ടുകയാണെങ്കിൽ ഒക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചുകൊണ്ടു. ഉപകാരമുള്ള സാധനമാണ് തെർമോക്കോൾ. നമ്മൾ കുറേ വലിച്ചെറിഞ്ഞൊരു സാധനമാണ്, ഉപകാരമല്ല എന്തൊരു സാധനമാണെന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത പറയും മക്കളൊക്കെ കൊണ്ടുവരുമ്പോൾ. ഇനി മക്കളോട് നമുക്ക് പറയാം എവിടെ കിട്ടുകയാണെങ്കിൽ കൊണ്ടുവന്നോളിയെന്ന്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാണ്, വീഡിയോ ഇഷ്ടമായാൽ ഒന്നും കൂടെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ആ അഭിപ്രായം കൂടെ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും.